ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഇന്ന് എവിടേക്കാന്ന് അറിയണ്ടേ, ഒന്ന് ടൗണിലേക്ക് പോകാൻ കേട്ടോ. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ, ഓണൊക്കെ ഇങ്ങോട്ട് എത്താനായല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങളിതാ ഇന്നലെ പോയതാണ് കേട്ടോ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓണക്കോടി എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ തടിയൊന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ചോറങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ ഏട്ടന് ചെറിയൊരു തലവേദന. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് തടിയൊക്കെ ഉറപ്പിച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു ഷവർമയും കൂടെ ഓർഡർ ആക്കിയിട്ടോ, ചോറും വരെയൊക്കെ കഴിക്കാതുകൊണ്ട്. അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഷോപ്പ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ഷവർമ വാങ്ങിയിട്ടോ. സ്റ്റുഡിയോൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ നിന്നാണ്, നല്ല ഷവർമയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഏട്ടനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, പിന്നെ ഞാൻ കഴിച്ചിട്ടോ. നല്ല ഉഷാർ ഷവർമയായിരുന്നു. അങ്ങനെ എൻ്റെ വിശപ്പൊക്കെ അടക്കി ഞാൻ തടിയൊക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് സ്റ്റുഡിയോയിലേക്ക് പോയത്. നമ്മുടെ ഭരത്തുമോൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്. അങ്ങനെ അവൻ ഉറങ്ങായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടോ. അപ്പോൾ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ഭയങ്കര പ്ലാനിങ് ആണ്. ഒരിക്കലും എനിക്ക് അവിടെ പോയി ഒരു സാധനം കിട്ടില്ല കേട്ടോ. ഞാൻ ആകെ വാങ്ങിക്കുന്ന സാധനങ്ങൾ 2 സാധനമാണ്. അതെന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എനിക്കിതൊന്നും സെറ്റ് ആവില്ല ഗൈസ്. ഞാൻ അത്ര മോഡേണൊന്നല്ല. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല. എല്ലാം കാണാനും എടുക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കിതൊന്നും അത്ര മാച്ച് ആവില്ല എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി, പക്ഷെ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. അതിന് 799 എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് വെറുതെ ഒരു സമയം പോക്കാൻ ചുറ്റിക്കണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ മെൻസിൻ സെക്ഷനിലേക്ക് പോയി. എനിക്ക് തോന്നിയത് ഇവിടെ വന്നിട്ട് ഏട്ടനും മോനും തന്നെയാണ് ഉപകാരം ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം അവർക്കാണ് എപ്പോഴും ഇവിടെ വന്ന് എടുക്കൽ. ഞാൻ ഇതുവരെ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടേ ഇല്ല കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെ ഒരു മിററൊക്കെ കണ്ടപ്പോൾ ഞാൻ വേഗം മിററിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ആ സഞ്ജിയുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയത് ഭരത്തുമോൻ്റെ സെക്ഷനിലേക്കാണ്, ഏട്ടൻ്റെ സെക്ഷനിലേക്കും പോയി. പക്ഷേ ഇവിടുത്തെ ടീഷർട്ടൊന്നും ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. പൊതുവെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിലും. പിന്നെ ഇവിടുത്തെ ടീഷർട്ട് വേഗം കളർ പോകുന്ന കേട്ടിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ. ഭരത്തുമോൻ എടുത്ത് 1, 2, 3 ടീഷർട്ടിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടെ എത്തിപ്പോവും. എനിക്ക് ഇതിനെക്കാട്ടും നന്നായിട്ട് തോന്നുന്നത് മാക്സിലാണ് കേട്ടോ. മാക്സിലെ കുറച്ചും കൂടെ നമുക്ക് ഈട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ ഏതാ ചുള്ളനാവാൻ വേണ്ടി കുറേ ടീഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നമ്മളെ ഭരത്തുമോ നോക്കാൻ കേട്ടോ. ഞാൻ ഈ സഞ്ചിയും പിടിച്ചാൽ നിൽപ്പണ്. അതിനിടയിൽ അവൻ ആ കീ വേണമെന്ന് പറഞ്ഞാൽ നല്ല വാശിയായിരുന്നു കേട്ടോ. പിന്നെ അവനെ കുറച്ച് പാൻറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, ജീൻസൊക്കെ, അതൊക്കെ നോക്കി. പിന്നെ ഒരു മിറർ കണ്ടൊക്കെ ഞങ്ങളൊരു ഫാമിലി വീഡിയോയും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് അവനിങ്ങനെ ഓടി കളിക്കുന്നതുകൊണ്ട് അവൻ പിടിച്ചാൽ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ ഗൈസ് അവനെ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവന് മെയിൻ പരിപാടി ഞങ്ങൾ ചെരുപ്പിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുക്കുക, ആരെങ്കിലും എടുത്തിട്ടതൊക്കെ തൂക്കിയിടുക. അവിടെ പണിക്ക് നിർത്തിയാലോ എന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു. അതിനുശേഷം അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും താഴേക്ക് എത്തിയിട്ടോ. അപ്പോൾ താഴെ ഞങ്ങൾക്ക് 1, 2 സാധനങ്ങളുടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളുടെ ഒക്കെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഇട്ടിട്ടോ. അപ്പോൾ ഞാൻ ചെരുപ്പിൻ്റെ സെക്ഷനിൽ ഒരു ചെരുപ്പ് വാങ്ങി, പിന്നെ ഒരു ലിപ്സ്റ്റിക്കും വാങ്ങി, പിന്നെ ഒരു കാജലും വാങ്ങി. ഞാൻ മെയിനായിട്ട് വാങ്ങുന്ന സാധനം ഇവിടുന്ന് ലിപ്സ്റ്റിക്കും കാജലാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ്. കാജൽ ഞാൻ എപ്പോഴും വാങ്ങും. ഞാൻ അവിടുത്തെ കാജലിൻ്റെ ഫാനാണ്. അങ്ങനെ അതാ നമ്മുടെ ബില്ലടിക്കാൻ എത്തിയിട്ടോ. അപ്പോൾ അച്ഛനും മോനും ഇതാ കയറി ഇരിക്കുന്നുണ്ട്, ഭരത്തുമോൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ബില്ലടിക്കുന്ന സെക്ഷനിൽ എത്തിയപ്പോൾ ഞാൻ അപ്പുറത്തൊരു മിറർ കണ്ടു. ഞാൻ ഓടിപ്പോയി ഒരു വീഡിയോ, ഒരു ഫോട്ടോ കൊടുത്തു. മിറർ കണ്ടാൽ പിന്നെ ഞാൻ വിടില്ല. അതിനിടയിൽ ഒരാളുടെ ലിപ്സ്റ്റിക്ക് നോക്കുക. ഇവനിത് ആർക്ക് വേണ്ടിയാണ് അവൻ നോക്കുന്നത്? ഇവൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ അവൻ്റെ ലിപ്സ്റ്റിക് നോക്കലൊക്കെ കഴിഞ്ഞ് ഒരു കെട്ട് സാധനങ്ങളായിട്ട് ഈ സഞ്ചി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എനിക്കുള്ളതൊക്കെ ഉണ്ടെന്ന്. എനിക്കുള്ള ഒരു സാധനങ്ങളില്ല ഗൈസ്, ഒക്കെ അച്ഛൻ്റെയും മോനുള്ളത് തന്നെ കേട്ടോ. ഞാനൊരു ചെരുപ്പ് മാത്രമാണ് വാങ്ങിയത്. അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലേക്ക് പോയി. ഇനി എൻ്റെ ഊഴാണ് ഗൈസ്, എനിക്കുള്ളത് നോക്കണം. ഇത് ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. അങ്ങനെ എനിക്കുള്ള ഡ്രസ്സൊക്കെ കിട്ടി. ഞങ്ങൾ പിന്നെ നേരെ പോയത് ആര്യഭവനിലേക്കാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്ന് തോന്നിട്ടോ ഗൈസ്. അതിന് മുന്നെയാണ് ഭരത്തുമോന് വിശക്കുന്നു പറഞ്ഞപ്പോൾ അവനൊരു ദോശ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഏതായാലും പോയതല്ലേ, എനിക്കൊട്ട് വിശപ്പുണ്ടായിരുന്നില്ല ഷവർമ കഴിച്ചതുകൊണ്ട്. എന്നാലും ഞങ്ങളൊരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവന് വേണ്ടിയാണ് കാര്യമായിട്ട് ഞാൻ വാങ്ങിയത്. അങ്ങനെ നമ്മുടെ മസാല ദോശ എത്തിയിട്ടോ. ഇവിടുത്തെ മസാല ദോശ അടിപൊളിയാണ്. കൂടെ ഒരു വടയും കൂടെ എപ്പോഴും വാങ്ങുന്നതാണ്. ഈ പ്രാവശ്യം വടയൊന്നും വാങ്ങിയില്ല, കാരണം വിശപ്പില്ലായിരുന്നു. പിന്നെ ഏട്ടന് വട വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് ഒരു വിധത്തിൽ ദോശയൊക്കെ കഴിപ്പിച്ച് അവിടെ ഒരു മഹാബലി തമ്പുരാനെ കണ്ടു. അവന് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അവനോട് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ അവൻ സമ്മതിച്ചില്ല. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പിന്നെയും ഡ്രസ്സ് എടുക്കേണ്ട സെക്ഷനിലെത്തി. അങ്ങനെ ഒരു വിധത്തിൽ എനിക്കുള്ളൊരു ചുരിദാർ കിട്ടി ഗൈസ്. അല്ലാണ്ട് ഞാൻ ഒരു ടോപ്പും കൂടെ എടുത്തിട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോയിൽ ഓണം കളക്ഷൻ കാണിക്കാട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഓയസിനുള്ളിലേക്ക് പോയി. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നേരെ നമ്മളെ ബംഗാളി ചേട്ടൻ്റെ അടുത്ത് കമ്മലിൻ്റെ സെക്ഷനിൽ പോയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് 1, 2 കമ്മലും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക്. ബൈ ഗൈസ്.